ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. നമുക്ക് ഒരൊറ്റ കോഴിമുട്ട കൊണ്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പത്തിലും എന്നാൽ വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് കണ്ട് നോക്കാം. അതിനായിട്ടൊരു ബൗൾ എടുക്കുക. അതിലോട്ട് 1 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഗോതമ്പ് പൊടി എടുക്കാം. അപ്പോൾ ഞാനിവിടെ മൈദ ചേർക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് ആദ്യം ഉപ്പ് ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് ബാക്കി ചേരുവകൾ നമ്മൾ ചേർക്കുന്നത്. അധികം ചേരുവകളൊന്നുമില്ല, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ആദ്യമായിട്ടാണോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് 2 ടേബിൾ സ്പൂണ് ഓയിലാണ്. ഞാനിപ്പോൾ ഇവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണ് ഉള്ളത് അതെടുത്താൽ മതി. വീണ്ടും ഒന്നും കൂടി മിക്സാക്കി കൊടുക്കണം. ഈ ഓയിൽ എല്ലായിടത്തും ആയതിനു ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. സാധാരണ പച്ചവെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി കൈ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. നല്ല രീതിയിൽ കുഴച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ അല്പം കയ്യിൽ ഓയിലാക്കിയിട്ട് ഇത് മുകളിലേക്ക് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്കും നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട്. മറ്റൊരു പാത്രം എടുക്കുക. അതിലോട്ട് 1 കപ്പ് സവാള ഇതേപോലെ നീളത്തിൽ കട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിൽ കൈ വെച്ചിട്ട് നല്ലവണ്ണം ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം. ഈ സവാളയൊക്കെ നല്ലവണ്ണം എല്ലാം ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് നല്ലവണ്ണം ഇങ്ങനെ ആക്കി കൊടുത്താൽ എല്ലായിടത്തും നല്ലവണ്ണം സവാള കിട്ടുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കൈ വെച്ചിട്ട് ആദ്യം ഇങ്ങനെ ഒന്ന് ഞെരടാൻ പറയുന്നത്. ഇനി നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് അല്പം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എരിവിനായിട്ട് 2 പച്ചമുളക് കുഞ്ഞായിട്ട് ഇതേപോലെ ഒന്ന് മുറിച്ചിട്ടെടുത്തത് ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും കൈവച്ചിട്ട് നല്ലവണ്ണം ഇത് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് 1 ടീസ്പൂണ് ചാറ്റ് മസാലയാണ്. ഇത് കയ്യിലില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് മസാലയും ഇട്ട് കൊടുക്കാം. വീണ്ടും നല്ലവണ്ണം മിക്സാക്കി കൊടുക്കണം. ഈ ചാറ്റ് മസാലയിൽ കുറച്ച് ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചിട്ട് ഇട്ട് കൊടുത്താൽ കൂടിപ്പോകരുത്. അതിനായിട്ട് 1/4 ടീസ്പൂൺ വരെ ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട് ഉപ്പ്. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം. വീണ്ടും മിക്സാക്കി കൊടുക്കുക. മിക്സാക്കിയതിന് ശേഷം ഇനി ആവശ്യമുള്ളത് 1 കോഴിമുട്ടയാണ്. അത് പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി വഴറ്റുന്നൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഫില്ലിങ് കൂടിയാണ്. ഇനി നല്ലവണ്ണം മുട്ട ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിനെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. മിക്സാക്കിയതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം ഇവിടെ. അപ്പോഴത്തേക്കും നമ്മുടെ ഡോക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഇതിനെ ആദ്യം 2 എണ്ണമാക്കി മാറ്റാം. അതിനുശേഷം നമുക്ക് ഇതിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് നല്ല നേരിയതായിട്ട് ഒന്ന് റൗണ്ടിൽ പരത്തിയെടുക്കണം. അല്പം ഓയിലാക്കി കൊടുത്തിട്ട് പരത്തിയെടുത്താൽ മതി, അല്ലാതെ പൊടി ഇട്ടിട്ട് പരത്തേണ്ട ആവശ്യമില്ല. അത് കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. ഞാനിതൊന്ന് പരത്തിയിട്ട് വരാം. അങ്ങനെ ഞാനിപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആകുന്നത് വരെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇങ്ങനെ 2 പോർഷനാണല്ലോ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 എണ്ണത്തിനുള്ള ഫില്ലിങ്ങാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതിനൊന്ന് മടക്കിയെടുക്കണം. ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒന്ന് മടക്കിയെടുത്താൽ മതി. ഫില്ലിങ് പുറത്ത് പോകാതെ വിധത്തിൽ വേണം ഒന്നിങ്ങനെ മടക്കിയെടുക്കാനായിട്ട്. ഇങ്ങനൊന്ന് അതിൻ്റെ ലാസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഫില്ലിങ് ഒന്നും പുറത്ത് പോകാതെ നല്ല രീതിയിൽ കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഈ സൈഡും മടക്കിയെടുത്ത് വരാം. 4 സൈഡും നല്ല ലോക്കായി തന്നെ വെച്ചിട്ടുണ്ട്. ഫില്ലിങ് ഒട്ടും പുറത്ത് പോകാതെ വിധത്തിൽ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലൊന്ന് പാനിലോട്ട് അല്പം മാത്രം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ചൂടാക്കാൻ വെക്കാം. ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് 2 എണ്ണം ഇതേപോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ സൈഡ് നല്ലൊരു ഗോൾഡൻ കളർ മൊരിയുന്നത് വരെ നമുക്ക് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. നമുക്കിതിലൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. സൈഡും ഒന്ന് പൊരിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ കണ്ടല്ലോ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം ഇങ്ങനെ നടുക്കലൊന്ന് കട്ട് ചെയ്തെടുക്കാം.
എന്നിട്ട് നമുക്ക് വീണ്ടും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ ഇഷ്ടം പോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഏത് വേണമെങ്കിലും കഴിക്കാം. ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം നല്ല ചൂടുണ്ട്. അങ്ങനെ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ഞാനങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ബ്രേക്ക്ഫാസ്റ്റ് തീർച്ചയായും ഇഷ്ടപ്പെടും. ഒറ്റ മുട്ടയും ഉള്ളിയും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ ഈസി റെസിപ്പികൾ ഒത്തിരി എൻ്റെ ചാനലുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ.